ബിഗ് ബോസും കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ചർച്ചകൾ അവസാനിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ തുടങ്ങുന്നത് വരെയും ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫാൻ ഫൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയലും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഒരു പോസ്റ്റ് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഇയാൾ ആരുടെ ഫാനാണ്? പൊതുവേ രണ്ട് തട്ടിലാണ് ഇപ്പം ആൾക്കാർ നിൽക്കുന്നത്. ഒന്ന് അനുമോൾ ഫാൻസ്, ഒന്ന് അനീഷ് ഫാൻസ്. ചില ആൾക്കാർക്ക് അനീഷിനെ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് അനുമോളെ ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ചെളിവാരി എറിയൽ നടക്കുന്നുണ്ട്. ഞാനിന്ന് രാവിലെ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന വാചകം ഒറ്റ നോട്ടത്തിൽ ആ പോസ്റ്റ് കണ്ടാൽ ചിലപ്പോൾ തോന്നും അനുമോളുടെ ഫാൻ ആണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് ഇങ്ങനെ അനുമോളുടെ ഫാൻ ആണെന്ന വ്യാജേന പോസ്റ്റുകൾ ഇടുന്നുണ്ട്, മറ്റുള്ള ആളുകളെ കുത്തിക്കൊണ്ട്, ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നടക്കാത്ത കാര്യം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, അതങ്ങനെയാണല്ലേ, അത് ശരിയാണല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു കാരണവശാലും ഇത്തരം പോസ്റ്റുകളെ വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തും. കാരണം ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫാൻ ഫൈറ്റുകൾ എല്ലാ മേഖലകളിലും ഉണ്ട്. ഇവിടെ പക്ഷേ അത് കുറച്ചധികം ടോക്സിസിറ്റിയിലേക്ക് പോവുകയാണ്. മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് തനിക്കിഷ്ടമുള്ള ആളെ ഹൈപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ള ആൾക്ക് ഹൈപ്പ് കൊടുക്കുക, അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ഡീഗ്രേഡ് ഉണ്ടാവുന്ന ആൾ എന്ത് വിചാരിക്കും? ഇത് ഇന്നയാളുടെ PR പണിയാണ്, ഇന്നയാളുടെ ഫാൻസ് ചെയ്യുന്ന പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാൻ പോലും ആയിരിക്കണമെന്നില്ല. ആ വ്യക്തിയോട് ഇഷ്ടമില്ലാത്ത ഒരാൾ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന പോലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർ വിചാരിക്കും ഇത് അയാളുടെ ഫാനാണ് എന്നേ വിചാരിക്കുള്ളൂ. നമുക്കതിൽ പോസ്റ്റ് വായിക്കാം. ഈ പോസ്റ്റ് ഇട്ട ആളുടെ പേര് മായേഷ് പക്കത്ത് എന്നാണ്. മായേഷ് പക്കത്ത്. കുറേയധികം പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിൽ മിക്കതും അനീഷിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ അനീഷിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ്. രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുള്ള പോസ്റ്റ് അതിനകത്തുണ്ട്. ജനകീയ BB വിന്നർ അനീഷിന് ആദ്യ ഉദ്ഘാടനം കായംകുളത്ത് കിട്ടി. ബിഗ് ബോസ് ജനകീയ വിന്നറും കേരളത്തിൽ ഇത്രയും ജനപിന്തുണയുമുള്ള അനീഷിനെ വരവേൽക്കാൻ 10 പേരാണ് അവിടെ കൂടിയത്. ഇവൻ പോയി കണ്ടോ 10 പേരാണ് അവിടെ കൂടിയെന്ന്? ഇവൻ്റെ നാട്, ഇവൻ്റെ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നത് ഇവൻ്റെ സ്ഥലം ഇടപ്പാളാണെന്നാണ്. എനിക്കൊന്ന് ഇപ്പോൾ ഉള്ളത് മാംഗ്ലൂരായിരിക്കും, മംഗലാപുരത്തായിരിക്കും. അപ്പോൾ ഈ വ്യക്തിയുടെ ഈ ഒരു എഴുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 10 പേരാണ് അവിടെ കൂടിയതെന്ന്. ഇന്നലെ അനീഷിൻ്റെ ഈ ഇനാഗുറേഷൻ കണ്ട ആൾക്കാർ, അതിൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും എത്രയധികം ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത്. ഓക്കെ, ഇവൻ്റെ ഇൻറ്റൻഷൻ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത്? ആർക്ക് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്? ബാക്കി വായിക്കാം. അവസാനം ഓട്ടോയിൽ പോയ ആളുകളെ ഒക്കെ വിളിച്ചിറക്കി നിർത്തേണ്ടി വന്ന അവസ്ഥ. ഓക്കെ, നമ്മൾ ഇന്നലെ കണ്ടു അനീഷിനെ കാണാൻ വേണ്ടി തിരുവല്ലയിൽ നിന്നോ ചെങ്ങന്നൂരിൽ നിന്നോ ഒരു അമ്മ വന്നിട്ട് സംസാരിച്ച വാചകം നമ്മൾ കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അമ്മ അനീഷിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അതിന് യാതൊരു തർക്കവും. അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തത് അവസാനത്തെ 2 ആഴ്ചയാണ്. അതുവരെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ 2 പേരെയും തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ അനീഷിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അനീഷ്. അതിലൊന്നും യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇവൻ ഇമാതിരി തോന്നിവാസം എഴുതി വിടുന്നത്. ഇവനാണോ ഫാൻ എന്ന് പറയുന്നത്? ഇനി ഇവൻ ആരുടെ വ്യാജ ഫാൻ ആണെന്നുള്ളത് താഴെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവൻ്റെ ഒരു വ്യാജ ഫാൻ തന്നെയാണ്. ഓക്കെ, AGPയോ ആറാട്ടണനോ വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആളുണ്ടാവുമായിരുന്നു. അനീഷിന് പകരം കേരളത്തിൻ്റെ പുത്രിയായ അനുമോൾ എങ്ങാനും ആയിരുന്നെങ്കിൽ ജനപ്രളയമായനെ കായംകുളത്ത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആരുടെ ഫാനാണെന്ന്. നിങ്ങൾ വിചാരിക്കും ഇത് ഇവൻ അനുമോളുടെ ഫാനാണെന്ന്. ഒരിക്കലുമല്ല. അനുമോളുടെ ഫാൻ ആയിരുന്നുവെങ്കിൽ ഇവൻ ഇമാതിരി ഒരു തോന്നിവാസം എഴുതി വിടില്ലായിരുന്നു. കാരണം ഇത് കാണുന്നവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോളെ നെഗറ്റീവായി സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് കമൻറ്റ്സ് വായിച്ചു തരാം. ഞാൻ കമൻറ്റ്സ് ഒന്നും വയ്ക്കുന്നില്ല, വായിച്ചു തരാം. പോസ്റ്റ്മാൻ എത്ര താഴ്ത്തി അനീഷിനെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും അനീഷ് ജനമനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോവില്ല. BBയുടെ ചരിത്രത്തിൽ എക്കാലത്തെയും വിന്നർ അനീഷ് മാത്രം. എന്തൊക്കെ പറഞ്ഞാലും അനീഷ് ജനങ്ങളുടെ മനസ്സിൽ ബിഗ് ബോസ് വിന്നർ. പിന്നെ ഓട്ടോ ആയാലും ടിപ്പർ ആയാലും ആളുകളെ കൊണ്ടുവന്നാലും അനീഷ് ഉദ്ഘാടനം ചെയ്യും. കേരള പുത്രി വരുമ്പോൾ കൂടെ PR കൂടി കാണും. എല്ലാം PR കൊണ്ടല്ലേ നികത്തുന്നത്. പിന്നെ അനീഷിന് ഇവരുടെ PRന്റെ ആവശ്യമില്ല, സാധാരണക്കാരായ ആളുകൾ മതി. അനീഷ് എന്നും അനീഷ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഗുഡ് ലക്ക് അനീഷ്. ഇങ്ങനെ പോകുന്ന കമൻറ്റുകളാണ് കാണുന്നത്. ഇതിനകത്ത് കൂടുതലും അനുമോളെ താഴ്ത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ്. ഇവൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. എനിക്ക് ഈ പോസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ്. ഇവൻ്റെ ഉദ്ദേശവും നാട്ടുകാരെ കൊണ്ട് അനുമോളെ തെറി പറയിപ്പിക്കുക. ഇതുപോലെ ചില പോസ്റ്റുകൾ, നിങ്ങൾ ചില മീഡിയകളുടെ പോസ്റ്റുകൾ കണ്ടിട്ടില്ലേ? ഒരു നടിയായിരിക്കും അല്ലെങ്കിൽ നടനായിരിക്കും, ബോട്ടിൽ തുറന്നിട്ട് വെള്ളം കുടിക്കുകയായിരിക്കും. അതിൻ്റെ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ എന്തായിരിക്കും? ദേ കണ്ടില്ലേ, ഇന്ന നടൻ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്ന് വെള്ളം കുടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടതാണ്. ഏതൊരു നടി നടന്നു പോകുന്നതാണ്. ദേ 2 കാലിൽ നടന്നു പോകുന്ന നടി, അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട്. ഈ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ തെറി പറയുന്ന ആരെയാണ്? ആ പോസ്റ്റ് ഇട്ടവനല്ല, ആ നടന്നു പോകുന്നവരെയാണ്. അതേ ഒരു കാര്യമാണ് ഇവനിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒറ്റ നോട്ടത്തിൽ തോന്നും അനുമോളുടെ ഫാനാണെന്ന് തോന്നും. പക്ഷേ ഇവൻ അനുമോളുടെ ഫാൻ അല്ല. ഇനിയിപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ കമൻറ്റ് ബോക്സ് വരുമായിരിക്കും അനുമോളുടെ PRന്റെ പണിയാണത്. ഇനി എന്തിനാടേ PR? ബിഗ് ബോസ് ഷോയും കഴിഞ്ഞ് കപ്പും അടിച്ച്
ആ കൊച്ച് ദുബായിൽ ഓരോ പ്രോഗ്രാമുകളും ചെയ്ത് നടക്കുന്നു, അത് അതിൻ്റെ വഴിക്ക് പോയി. ഇനി എന്തിനാണ് PR? അല്ലെങ്കിൽ ഇനി വല്ല ഷോയും ജയിക്കാനുണ്ടോ ഈ PR-നെയും കൊണ്ടുപോയിട്ട്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോഴും ഈ PR-ൻ്റെ പുറകെ വാലും തൂങ്ങി നടക്കുന്ന ആൾക്കാർ പുച്ഛം മാത്രമേ ഉള്ളൂ. സത്യം, PR നിലവിളിക്കുന്ന ആൾക്കാരുടെ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവിടെ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അനീഷിൻ്റെ ആദ്യ ഉദ്ഘാടനം AJP ആറാട്ടനോ വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആളുണ്ടാകുമായിരുന്നു എന്നൊക്കെ എഴുതിക്കൊണ്ടൊരു സാധനം. ശരിക്കും അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ കായംകുളത്ത് ഇന്നലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എന്താണ് ഈ 10 പേർ എന്ന് ഉദ്ദേശിച്ചത്? ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു നെഗറ്റീവ് പോസ്റ്റ് ഇട്ടിട്ട് അതുവഴി അനീഷിൻ്റെ ആൾക്കാരെ കൊണ്ട് അനുമോളെ ചീത്ത വിളിപ്പിക്കണം. ഇതാണ് മെയിൻ ഉദ്ദേശം. എനിക്ക് മനസ്സിലായതാണ്. ഞാനിവിടെ അനീഷിനെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാനോ അല്ല ഈ സംസാരിക്കുന്നത്. 2 പേർക്കും 2 തരം ഫാൻസ് ഉണ്ട്. 2 തരം ഫാൻസുകാരുടെ മനസ്സിലും 2 വ്യക്തികളും ഉണ്ട്. ഇപ്പോൾ ശരിക്കും ഫാൻസുകാർ തമ്മിലാണ് അടി. അവരവരുടെ ജോലികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അനുമോളുടെയോ അനീഷിൻ്റെയോ ഫാനല്ല, ഇത് ഏതോ ഒരുത്തൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രേണു സുധീർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അനീഷിന് അധികകാലം ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത്ര ജനപിന്തുണയുള്ള ആൾക്ക് ഇതുവരെ ഒരു ഇനാഗുറേഷൻ കിട്ടിയിട്ടില്ലാതെ ഇരുന്നപ്പോൾ അവൻ ഇട്ട പോസ്റ്റാണ്. കിട്ടിക്കഴിഞ്ഞപ്പെട്ടത് എന്താണ്? 10 പേര് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ മോളായ അനുമോളാണെങ്കിൽ ഉദ്ഘാടനം കൊണ്ട് തിരക്കോട് തിരക്ക്. എന്തിന്? 4 ആഴ്ച നിന്ന് പുറത്തുപോയ രേണുസുതിക്ക് വരെ ഇനാഗുറേഷൻ്റെ തിരക്കാണ്. അനീഷിന് ആകെയുള്ളത് ആഡ്സ് മാത്രം. എന്തേ ആഡ്സ് അത്ര മോശം പരിപാടിയാണോ? മോശം പണിയാണോ? ഒന്നുമല്ലല്ലോ. അനീഷിന് ഒരിക്കലും ഒരു വലിയ ജനക്കൂട്ടത്തെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ല. അധികം ആരോടും മിണ്ടില്ല, ആരോടും മറുപടി പറയില്ല, കൈകൂപ്പി ഇങ്ങനെ നിൽക്കും. ഒരു സദസ്സിൽ പോയാൽ അവിടെ കൂടി ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നത് കലാകാരൻ്റെ കഴിവാണ്. അത് അനുമോൾ കറക്റ്റായി ചെയ്യുന്നുണ്ട്. പക്ഷേ അനീഷിന് കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടിയാൽ ജനങ്ങൾ അനീഷിനെ വെറുത്തു പോകും. ആൾക്ക് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു പോസ്റ്റ്. ഞാൻ ചോദിച്ചോട്ടെ, അനീഷ് ഒരു ആർട്ടിസ്റ്റാണോ? അനീഷ് ഒരു ആക്ടറാണോ? ഒന്നും അല്ലല്ലോ, ഒരു സാധാരണക്കാരനല്ലേ. അയാൾക്ക് അയാളുടേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവാം. പക്ഷേ അയാൾ സൊസൈറ്റിയുടെ മുന്നിൽ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് മാന്യമായിട്ടല്ലേ പെരുമാറുന്നത്? അയാൾ ആരെയും തെറി പറയുന്നില്ലല്ലോ. അയാളുടെ അടുത്ത് വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നില്ലേ? മീഡിയയോട് സംസാരിക്കണം വേണ്ടി എന്നുള്ള അയാളുടെ ഇഷ്ടമാണ്. മീഡിയ ഫേസ് ചെയ്യാനൊക്കെ പേടിയുണ്ടാവുമായിരിക്കും. അത് അയാളുടെ മിസ്റ്റേക്ക് അല്ല. ഇതുവരെ മീഡിയ ഫേസ് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയൊരു വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഫെയിം കിട്ടുമ്പോൾ അതിൽ പകച്ച് നിൽക്കാം. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് അനുമോൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാണെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. ഇവൻ പക്കാ ഫേക്കാണ്. ഫേക്ക് ഫാൻ എന്ന് പറയേണ്ടി വരും. പക്കാ ഫേക്ക്. ഇനി ഇവൻ്റെ മറ്റ് പോസ്റ്റുകൾ നോക്കാം. പല സംഭവങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നിങ്ങളൊരാളുടെ പോസ്റ്റ് കാണുമ്പോൾ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ സ്റ്റോറിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങളത് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താറാണോ പതിവ്? അതോ നിങ്ങൾ ആലോചിക്കാറുണ്ടോ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, സത്യമുണ്ടോ? ഒരുപാട് നെഗറ്റീവുകൾ അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടക്കുന്നൊരു വേൾഡാണ് സോഷ്യൽ മീഡിയ. വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പല മേഖലകളിലും പല രീതിക്കും തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, പോസ്റ്റുകൾ ഇടുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആരൊക്കെയാണ് ബാധിക്കപ്പെടുന്നത്, ആരെയൊക്കെ കുടുംബങ്ങളെ ബാധിക്കും, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഒക്കെ സംബന്ധിക്കുന്ന അഭിപ്രായം പറയുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.